അപ്പോൾ ക്രൂഗർ പാർക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ നിൽക്കുന്ന ആനക്കൂട്ടങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടോ? ഞങ്ങളൊരു 10-15 മിനിറ്റ് ഡ്രൈവിനുള്ളിൽ ഒരു 20-25 ആനയെങ്കിലും കണ്ടു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കൂട്ടമായിട്ട് ആനകളെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ആനകളുടെ അത്രയും ഭംഗിയില്ലെങ്കിലും ആഫ്രിക്കൻ ആനകൾ കാണാൻ വലുത് തന്നെയാണ്. ആനകളുടെ അടുത്ത് നമുക്ക് അധികം നേരം വണ്ടി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. ആനകൾ ചിലപ്പോൾ ഓടി വന്ന് വണ്ടിയൊക്കെ കുത്തി മറിച്ചിട്ട് കളയും. പ്രത്യേകിച്ച് ഒറ്റക്കൊമ്പന്മാർ കേട്ടോ. അങ്ങനെ കുറേ ആനകളുണ്ട്. മാൻകൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ആന കേട്ടോ. ദേ ഇവിടെ നിൽപ്പുണ്ട് വേറൊരുത്തൻ. അവൻ ഒറ്റയ്ക്കാണ്, അവൻ്റെ ഇച്ചിരി പെശകാണ് അവൻ. ഇപ്പോൾ ആൾ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മളെ ഒന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാട്ടോ ദേ ഇവരെ കണ്ടത്, സീബ്ര. അതും കുറേ എണ്ണങ്ങളുണ്ട്, കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ട് കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ. സീബ്ര ഒരു പ്രത്യേക ജീവി തന്നെയല്ലേ. പിന്നെ നോ ടു സീബ്രാസ് ആർ ദ സെയിം എന്നാണ് പറയുന്നത്. ഒരു സീബ്രയുടെ സ്ട്രൈപ്സ് പോലെ വേറെ സീബ്ര ഇല്ലെന്നാണ് പറയുന്നത്. ഇനി ഒരു ആനക്കൂട്ടത്തിൻ്റെ റോഡ് ക്രോസിങ് കണ്ടാലോ? ഒന്നും മൈൻഡ് ചെയ്യേണ്ട പോവാ കൊണ്ട് പേടിയില്ല, അവിടെ മിണ്ടാതിരിക്കുന്നേ അല്ലെങ്കിൽ ഇവിടെ കൂന്ന് വെച്ചത്. ഇപ്പോൾ പുറത്ത് ടെമ്പറേച്ചർ 30-32 ഡിഗ്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആന പോകുന്ന ഡയറക്ഷനിലേക്ക് ഒരു ചെറിയ പുഴ പോകുന്നുണ്ട്. ആ പുഴയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ആനകൾ ക്രോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് മൊത്തം. ചൂടായപ്പോഴത്തേക്ക് ആനകളെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇത് പോകുന്ന വഴിക്കൊരു ക്രോക്കഡൈൽ റിവർ ആട്ടോ. കണ്ടമാനം റിവേഴ്സും ഉണ്ട്, ക്രോക്കഡൈൽസും മിക്കവാറും റിവേഴ്സിൽ കാണാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയതാണ്, പക്ഷേ നമുക്കൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതും അതുപോലെ തന്നെ ക്രൂഗറിനകത്തുള്ളൊരു ലേക്കായിരുന്നു. അത് ഡ്രൈഡപ്പായി പോയതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മഴ സീസണിൽ മാത്രമേ നല്ലതായിട്ട് വെള്ളമുള്ളൂ. പിന്നെ ഈ പുള്ളിക്കാരന് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. നമ്മളൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ മൂന്നാറും ഊട്ടിയൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാണുന്ന. എന്നാൽ അവിടുത്തെ പോലെയല്ല കേട്ടോ, ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉണ്ട്. മാനുകളെ നമ്മൾ കണ്ട് മടുക്കും കേട്ടോ. ആദ്യം നമ്മൾ ക്രൂഗറിൽ എൻ്റർ ചെയ്തപ്പോൾ മാനുകളെയാണ് കണ്ടത്. പിന്നെ എവിടെ നോക്കിയാലും മാനുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിറാഫിനെ കണ്ട വീഡിയോ ഇട്ടായിരുന്നു, പക്ഷേ അത് അത്ര അടുത്ത് കാണാൻ പറ്റില്ല. ഇതൊന്ന് കണ്ടു നോക്കിക്കേ, ഇതിന് എന്നാ വലിപ്പം ഉണ്ടെന്ന്. ഇതൊരു ആൺ ജിറാഫാണ് കേട്ടോ. ഇതിൻ്റെ കളറിനും കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേതൊരു ബീച്ച് കളറാണ്, ഇതിന് ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ നിറമുണ്ട് കേട്ടോ. ക്രൂഗറിനകത്ത് എന്തൊക്കെയോ മെയിൻ്റനൻസും കൺസ്ട്രക്ഷനും ഒക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേതോ ഒരു ലേക്കിൻ്റെ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്. നമ്മൾ പിന്നെയും കണ്ടു കേട്ടോ ഒരു ജിറാഫിനെ. ഒരു ജിറാഫിനെ അല്ല, ഒരു ജിറാഫിൻ്റെ കൂട്ടത്തെ. ഇത് കണ്ടോ, 1, 2 ഇവിടെയുണ്ട്, 3 കണ്ടോ. പുല്ല് തന്നെയാണ്. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയത് കുക്കൂസ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇതൊരു നല്ല വ്യൂയിങ് പോയിൻ്റ് ആട്ടോ. ഇവിടെ അങ്ങ് ദൂരെ മാറി ഒരു ട്രെയിൻ ഒരു പാലത്ത് നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ ഫോണിന് അത്ര സൂമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്താൽ ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു ഹോട്ടലാണ്. 60,000 രൂപ കേട്ടോ അവിടുത്തെ റെൻറ്റ്. നമുക്ക് ഇതിനകത്തൊരു ഈ ഫ്രിഡ്ജ് മാഗ്നറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പോയി നോക്കാം. സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണെന്നാണ് അങ്കിൾ പറഞ്ഞത്. 3X 4X ഒക്കെ അവന്മാർ മേടിക്കും. അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇവിടെ എവിടെ ഒരു ഇതൊക്കെ തന്നെ വിൽക്കുന്ന പുറത്ത് മാർക്കറ്റുണ്ട്, അവിടെ നിന്ന് മേടിക്കാൻ കേട്ടോ അങ്കിൾ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവരുടെ നേറ്റീവായിട്ടുള്ള ടീഷർട്ട്സ്, കളിക്കുന്ന കുന്തം, ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാഗ്സ് ഉണ്ട്. ഇന്നലെ നോക്കുന്നുണ്ടോ പിന്നെ? ഇതിവിടെയുള്ള ആൾക്കാർ ഇടുന്ന ഡ്രസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബാഗിലൊക്കെ പ്രിൻ്റ് ചെയ്തേക്ക് നോക്കി. ഇതൊക്കെ ട്രിപ്പാട്ടോ. സാധനമൊക്കെ കാണാൻ രസമുണ്ട്. ജിറാഫ് ഇരിക്കുന്ന നോക്കി. എല്ലാം ഒരു വൈൽഡ് ലൈഫ് തീമിലാട്ടോ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ജിറാഫ് ഉണ്ടോ? ഇതെന്താ മെറ്റില്ല, ബ്രാസോ? നല്ല വെയിറ്റായിരിക്കും കേട്ടോ ഇതൊക്കെ. ഇതിനകത്തും കള്ള് കിട്ടും കേട്ടോ. ഇവിടുത്തെ പോപ്പുലർ സാധനമാണ് അമറൂള എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ എന്തോ എക്സ്ട്രാക്റ്റാണ് എടുക്കുന്നത് കേട്ടോ. ആനയൊക്കെ കിളി പോകാൻ വേണ്ടി കുടിക്കുന്ന സാധനമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആനയുടെ പടമൊക്കെ ഇരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ വൈൻ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ സാധനവും. കൊറോണയുടെ ബിയർ ഇരിപ്പുണ്ട്. അകത്ത് വേറെ ബിയറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഏരിയാസൊക്കെ ഉണ്ട്. എന്താ പിന്നെ എടുത്തേ? ഡയറി മിൽക്കിന് ഐസ്ക്രീം ഉണ്ടോ? ഓ, ഞാൻ ഈ റൈനോ ഇരിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. റൈനോൻ്റെ അടുത്തൊരു സാധനം ഇരിപ്പുണ്ട്. ഇത്
സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി. കണ്ടിട്ട് ഏതോ കാട്ടറ സാധനമാണെന്ന് തോന്നുന്നു. അവരുടെ റമ്മുണ്ട് കേട്ടോ, വൈറ്റ് റം ഇരിപ്പുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്, സ്കോച്ച് വിസ്കി വൈറ്റ് റമ്മൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ട്രിപ്പ് വന്നിട്ട് ഈ ആഫ്രിക്കയിൽ കറങ്ങിയിട്ട് ഏതെങ്കിലും മലയാളിയെ കണ്ടോ? നമ്മൾ ഈ ടൂറിസ്റ്റ് സ്പോട്ട്സിലൊക്കെ പോയപ്പോൾ ഏതെങ്കിലും മലയാളികളെ കണ്ടോ? ഇന്ത്യക്കാരെ തന്നെ വളരെ ചുരുക്കമുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? അങ്ങോട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. വരാൻ പറ്റാത്തതിന് മാത്രമായിരിക്കില്ല, ആൾക്കാർക്ക് അറിയില്ല ഇവിടെ ഇത്രയൊക്കെ കാണാനുണ്ട്. അതെ, അത് നിങ്ങൾ ഈ സീരീസിൽ കൂടി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വന്ന ട്രിപ്പിൻ്റെ കോസ്റ്റോ അതിൻ്റെ ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും ഐറ്റിനറിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് വുഡിലുണ്ടാക്കിയ കുറേ ഹിപ്പോ ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇതെല്ലാം വുഡിലുണ്ടാക്കിയ സാധനം. ഇതെന്നാ ചെണ്ടയോ? മറ്റേ ആഫ്രിക്കൻസിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ കാണാറില്ലേ, ആ സാധനം കേട്ടോ ഇത്. ഓ, ഇത് കണ്ടില്ലേ, ഇത് നിലത്ത് കുത്തി കിടക്കുന്ന കോലാട്ടോ. അതിന് വരെ വെറൈറ്റി ഉണ്ട്. ഇതാ ഒരു കൂട്ടം ജിറാഫ് നിൽക്കുന്നു. ഇതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും കേട്ടോ. ഇതെല്ലാം വുഡിലുണ്ടാക്കിയേക്കുന്ന. എനിക്കിതൊക്കെ കാണുമ്പോൾ മേടിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ കുറച്ച് കുരുപ്പുകളുണ്ടല്ലോ, പൂച്ചകൾ. ആ ലൂണയും ലെക്സിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുൾ തട്ടിപ്പറിച്ച് കളയും. പിന്നെ ഇവിടെ ഐസ്ക്രീം ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. ഡയറി മിൽക്കിൻ്റെ ഉണ്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കിട്ടിയോ? എന്തായാലും ബില്ല് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? എത്ര രൂപ ഇതിന്? കാണിച്ചേ. ഇത് നമ്മുടെ നാട്ടിലെ മാഗ്നം പോലെ തന്നെ ഇരിക്കുന്നല്ലേ, അല്ലേ? ഇത് കണ്ടോ, ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാ കഫേയും ഇങ്ങനെ ഒരു റിവറിൻ്റെ അടുത്തോ കാടൊക്കെ കാണാവുന്ന രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാലും നേരത്തെ നമ്മൾ കണ്ട ട്രെയിനില്ലേ, അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ലെഫ്റ്റിലേക്കുള്ള ഒരു ഇതാട്ടോ. പക്ഷെ ഇവിടെ ഇരിക്കാൻ അത്ര രസം കാണത്തില്ല, ഇച്ചിരി ചൂടുണ്ടാവും. പൊതുവെ ഇവിടെ ഇച്ചിരി ചൂട് കൊള്ളാം, 30-35 ചൂടുണ്ട് കേട്ടോ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിക്കകത്തോട്ട് കയറി കേട്ടോ. നമുക്കിന്ന് ക്രൂഗറിൽ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ പാലത്തെ നിർത്തിയിട്ട് കണ്ടിട്ടില്ലായിരുന്നോ? അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആട്ടോ. അതിൻ്റെ തന്നെ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ഒരു പഴയ ട്രെയിന് എടുത്തിട്ട് അവർ ഒരു റെസ്റ്റോറൻറ്റ് പോലെ അകത്ത് ഇരിക്കാനുള്ള സെറ്റപ്പും ഒക്കെ ആക്കി വെച്ചിരിക്കുക കേട്ടോ. അച്ഛനും മിന്നും ചിറ്റയൊക്കെ നേരത്തെ തന്നെ പോയി മെനു ഒക്കെ നോക്കി തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെയൊക്കെ റേറ്റ് നോക്കിയേ. ശിവാശ്രീകളിനും ഗ്ലെൻഫിഡിച്ചിനും ഒക്കെ 50 റാൻഡ്. 50 റാൻഡ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 250-300 രൂപ കേട്ടോ ഒരു പെഗ്ഗിന്. ഞാനും അച്ഛനും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ ട്രെയിനിൻ്റെ മുന്നിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇതൊരു റിയൽ ട്രെയിനാട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ മാത്രമേ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ. ബാക്കി ട്രെയിനിലുള്ള എല്ലാ പാർട്സും എല്ലാ എൻജിനും കാര്യങ്ങളും എല്ലാം ഇൻടാക്റ്റ് ആട്ടോ. നാട്ടിലെങ്ങാനുമാണ് ഇങ്ങനെ ഒരു ട്രെയിൻ കേടാവുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രാപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ വല്ലയിടത്തും കൊണ്ടിട്ട് തുരുമ്പെടുത്ത് കളയുകയോ ഒക്കെ ചെയ്യും. ട്രെയിനിൻ്റെ അകത്തൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതുണ്ടോ, ഫുൾ സൈസ് റെസ്റ്റോറൻറ്റാണ്. ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. നമ്മൾ അതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അവിടെ AC, ഈ ട്രെയിനിൻ്റെ അകത്ത് AC ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്താട്ടോ ഇരിക്കുന്നത്. പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓരോ മൊഹിറ്റോസ് ഓർഡർ ചെയ്തിട്ടോ. മൊഹിറ്റോസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളത്തിനകത്ത് മിൻറ്റ് ലീവ്സും കുറച്ച് ഐസും ഒക്കെ ഇട്ട് തരുന്ന സാധനം കേട്ടോ. ഞാൻ ഒരു ബീഫ് ബർഗറും ചിപ്സും ആയിട്ട് ഓർഡർ ചെയ്തത്. ഇവിടെ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസാണ്. മിന്നുവിന് വേണ്ടി ഒരു പിസയായിട്ട് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് വെയിട്രസിനോട് ചോദിച്ചപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് അവർ പറഞ്ഞത്. വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട് കേട്ടോ. അവിടുത്തെ ആൾക്കാർ അതുപോലെ നല്ലപോലെ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു പിസയൊക്കെ ഒരാൾ മുഴുവൻ തിന്നും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ആനക്കൂട്ടം കേട്ടോ. എത്ര എണ്ണമാണെന്ന് നോക്കിക്കേ. ചെറുതും വലുതും ഒക്കെ ആയിട്ടൊരു 10-25 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. പെട്രോസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് കീ കളക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ ഹോട്ടൽ റൂമിൻ്റെ റിസപ്ഷൻ്റെ റൂഫ് ഒന്ന് നോക്കിക്കേ. തടിയൊക്കെ വെച്ച് വൈക്കോലൊക്കെ വെച്ച് എന്തോ സെറ്റപ്പാട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മൾ വന്ന സമയം ഉച്ചയൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഒന്നിരുന്നു കേട്ടോ. ഈ ഹോട്ടലിരിക്കുന്ന വനത്തിനുള്ളിലാട്ടോ. ക്രൂഗർ പാർക്കിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആനിമൽസിനെയൊക്കെ കാണാനൊരു ചാൻസ് ഉണ്ട്.
കുറച്ച് കെയർഫുൾ ആയിരിക്കണം നല്ലതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ 2 ടൈപ്പ് അക്കോമഡേഷൻ ആട്ടോ ഇവിടെ ഉള്ളത്. ഇത് റൗണ്ട് ആയിട്ടുള്ള ഹട്ടുകളും പിന്നെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും. നമ്മൾ ചൂസ് ചെയ്ത് റൗണ്ട് ആയിട്ടുള്ള ഹട്ടുകളാട്ടോ. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന അവിടുത്തെ മാപ്പാട്ടോ, ആ റിസപ്ഷനിൽ നിന്ന് തന്നതാണ്. നമ്മുടെ റൂം എവിടെയാണെന്നോ അവിടെയുള്ള ഫെസിലിറ്റീസ് എന്നതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ തന്നൊരു മാപ്പാട്ടോ. നമ്മൾ 3 റൂമാണ് ബുക്ക് ചെയ്തത്, 78, 79, 80. റൂമിൻ്റെ ഉള്ളൊക്കെ വളരെ ബേസിക്കാണ്. 2 ബെഡുണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ മേളിലൊക്കെ കണ്ടോ നമ്മൾ ആ റിസപ്ഷനിൽ കണ്ട അതേപോലെ വെച്ച് മേഞ്ഞ ഒരു ടോപ്പൊക്കെ കേട്ടോ, ഒരു ഫാനും ഉണ്ട്, പിന്നെ ടവലും സോപ്പും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വെച്ചിട്ട് ഫാൻ മാത്രം ഇട്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു 100-150 ഹട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഇല്ല, ടോയ്ലറ്റ് ഒരു കോമൺ ഏരിയയിലാട്ടോ. അപ്പോൾ ഇങ്ങനെയാട്ടോ ടോയ്ലറ്റ്, വാഷ് ബേസിന്, പിന്നെ കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഷവർ, ഡോറൊക്കെ ഉണ്ട്, 3-4 കുളിക്കുന്ന സ്ഥലമുണ്ട്. ടോയ്ലറ്റ് അവിടെ, മറ്റേ ടോയ്ലറ്റ് ഇവിടെ. ഇവിടെ ഒന്നും ഹാൻഡ് ഷവേഴ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്കൊരു വെള്ളം കുടിക്കുന്ന കുപ്പി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്തൊരു നാച്ചുറൽ പൂളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അവിടെ പോയിട്ട് നമുക്കൊന്ന് കുളിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ. നമ്മളൊരു നാച്ചുറൽ പൂളിൽ വന്ന കേട്ടോ. അതുണ്ടോ പൂള് കണ്ടോ, കണ്ടോ, ഒരു നാച്ചുറൽ പൂളാണ്. സൈഡൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ആഴം കൂടുതലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഹൈറ്റ് കുറവാട്ടോ. അവിടെയല്ലേ അവിടെ നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതി. ഒരു കുരങ്ങൻ മാഞ്ഞു പോകുന്നുണ്ടോ. പൂളിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു കിഡ്സ് പൂളിൻ്റെ അവിടെയാണ്. ഈ പൂളിൻ്റെ കണ്ടിന്യൂവേഷൻ ആട്ടോ അങ്ങോട്ട്. ഈ പൂള് ഇങ്ങനെ വെള്ളം ഒഴുകി വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇതൊരു നാച്ചുറൽ പൂളാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കാണിച്ചാലേ ആ കാര്യം മനസ്സിലാവുള്ളൂ. നമുക്ക് നടന്നു പോകാം കേട്ടോ. അങ്ങോട്ട് നടന്നു പോവാം. പാറയ്ക്ക് വലിയ വഴുക്കലൊന്നുമില്ല. എന്നാണോ ഇങ്ങനെ ഓരോ ആൾക്കാരൊക്കെ അവിടെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഹരിയങ്ങളവിടെ നീന്തുന്നുണ്ട്, അച്ഛനവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്ന് ഇവിടെ തൊട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതിൻ്റെ അടി മുഴുവൻ പാറ കേട്ടോ. ഈ ഇറങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, താവോട്ട് എല്ലാം പാറ, നാച്ചുറലി ഫോം ചെയ്തൊരു പാറയുടെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. നമ്മുടെ സാധാരണ പൂളുകളെല്ലാം ഫ്ലാറ്റ് ആണല്ലോ, ഇത് അൺഈവനാണ്. ഇതിൻ്റെ എവിടെയൊക്കെയാണ് കുഴിയെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഒരു സൈഡിൽ കൂടുതൽ കുഴിയാന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂളി കിടക്കുമ്പോഴത്തേക്ക് സൺസെറ്റ് കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. ഞാൻ ഈ നിൽക്കുന്ന പോയിന്റിൽ എൻ്റെ അര പൊക്കത്തിന് അത്രയും വെള്ളമുണ്ട്. അങ്ങോട്ട് ഇറങ്ങും തോറും നല്ല ആഴ്ചയുണ്ട് കേട്ടോ. നല്ലതാണ്. പിന്നെ അവിടെ കിഡ്സ് പൂളിൽ എൻജോയ് ചെയ്യുക കേട്ടോ. കിഡായോണ്ട്, കുഞ്ഞ് കിഡല്ലേ മിന്നു. ഞാനും അവിടെ തന്നെ ഇരിക്കാൻ പോവാം. അവിടെയുള്ള കുരങ്ങന്മാർ ഇച്ചിരി സീനാട്ടോ. നമ്മുടെ ഡ്രസ്സും ഫോണും ഒക്കെ ചിലപ്പോൾ എടുത്തോട്ട് പോയി കളയും. തിന്നാനുള്ളതെന്ന് ഓർത്ത് എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാൻ പതുക്കെ. അല്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന്. ഇവിടെ മീറ്റർ ഡേഞ്ചർ ഷാലോ റോക്ക് പൂൾ കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിന് ചുറ്റും ചെറിയൊരു ഫെൻസിങ് ഉണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ കാടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്നെ കാണാൻ രസമുണ്ടല്ലേ, താടിയൊക്കെ ഉള്ളതല്ലേ. ഓ അടിപൊളിയല്ലേ. ഈ സ്വർഗം എവിടെയായിരുന്നു ഇത്രയും നാൾ. നമ്മൾ എല്ലാ സാധനങ്ങളും ആയിട്ടാട്ടോ വന്നത്. ഇന്നലെ സ്പാറിൽ പോയി മുട്ടയും പാലും അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ളതും കഴിക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി, വെള്ളവും ജാറും ഒക്കെ ആയിട്ടാട്ടോ വന്നത്. അതൊക്കെയാണ് ഇന്ന് രാവിലെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പം ഇതിനകത്ത് ഫുഡ് കഴിക്കാനുള്ളതും കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളിവിടെ വന്നിരുന്ന് ഇങ്ങനെ പുറത്തിരുന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ കോട്ടേജിൻ്റെ പുറത്തിരുന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ചാർക്കോളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഗ്രില്ല് കൂടെ ആയിരുന്നു. ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ആട്ടോ. അവരൊക്കെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, അവരൊക്കെ പുറത്തിരുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ ആലോചിക്കുകയാണ്. വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിലൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. നമ്മളിന്ന് രാവിലെ തൊട്ട് ട്രാവലിംഗ് ആയതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഈ ക്രൂഗർ സീരീസിൻ്റെ ഒരു പാർട്ടൂടെ ഇനിയും വരാനുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.